ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലുണ്ടാകുന്ന എരിച്ചിലും പുകച്ചിലും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രധാനമായിട്ടും ബേണിംഗ് മൗത്ത് സിൻഡ്രോം, അതായത് മെനോപോസൽ ഏജിലെത്തിയ സ്ത്രീകൾക്ക് വായിലുണ്ടാകുന്ന ഒരവസ്ഥയാണ് ബേണിംഗ് മൗത്ത് സിൻഡ്രോം. അവരുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. ഈ ഒരു അവസ്ഥയാണ് ഒന്നാമതായിട്ട് ഇത് വായിൽ എരിച്ചിലും പുകച്ചിലും ഉണ്ടാക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ചെയ്യാവുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, യോഗ, മെഡിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. രണ്ടാമതായിട്ട് ബി കോംപ്ലക്സ് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതുകൂടാണ്ട് സിങ്ക്, അയൺ തുടങ്ങിയ എലമെൻസിൻ്റെ ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മൾ ബി കോംപ്ലക്സിൻ്റെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, നന്നായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിന് ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലും വരാം. അങ്ങനെ സ്ത്രീകളിലോ മെനോപോസൽ ഏജ് അങ്ങനെയൊന്നും അതിനില്ല. ഏത് ഏജ് ഗ്രൂപ്പിലും ബി കോംപ്ലക്സ് ഡെഫിഷ്യൻസി വരുന്നതാണ്. മൂന്നാമതായിട്ടുള്ളതാണ് നമ്മുടെ ഉമിനീർ ഉത്പാദിപ്പിക്കുന്ന പരോട്ടിഡും മാൻഡിബുലാർ സബ്ലിംഗ്വൽ ഗ്ലാൻസിനുണ്ടാകുന്ന എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. നമ്മൾ ആ ഡക്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്ക് മാറ്റാനുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡോക്ടറെ അടുത്ത് പോയി എടുക്കുക തന്നെ വേണം. നാലാമതായിട്ട് ഫംഗൽ ഇൻഫെക്ഷൻസ്. കാൻഡിഡ എന്ന് പറയുന്ന ത്രഷ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ നമ്മുടെ വായിൽ വെള്ള പാച്ചസ് ആയിട്ട് കാണാറുണ്ട്. അത് എരിച്ചിലുണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം. അതിനും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാൻഡിഡ സ്മിയർ എടുത്ത് കാൻഡിഡയാണെന്ന് ഉറപ്പ് വരുത്തിയ ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചാമതായിട്ട് വരുന്ന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉള്ള കണ്ടീഷൻസിൽ ബേണിംഗ് മൗത്ത് സിൻഡ്രോം വരാറുണ്ട്. അപ്പോൾ വായിലുണ്ടാവുന്ന ഓറൽ ലൈക്കൻ പ്ലാനസ്, പെംഫിഗസ് എന്ന് പറയുന്ന അസുഖങ്ങളൊക്കെ വായിലെ തൊലിക്ക് ഉണ്ടാക്കുന്ന ഡിഫക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓറൽ ലൈക്കൻ പ്ലാനസ് ഉള്ള ആളുകൾക്ക് നമുക്ക് തിരിച്ചറിയാനായിട്ട് അവരുടെ റിസ്റ്റ് ഭാഗത്ത്, കൈ പത്തിയുടെ ഈ അറ്റത്തായിട്ട് റിസ്റ്റ് ഭാഗത്തായിട്ട് അവർക്ക് എന്തുണ്ടാവുന്നുണ്ട്, ചുവപ്പ് അല്ലെങ്കിൽ വയലറ്റ് കളറിലുള്ള പാച്ചസ് കാണാറുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് വായിൽ രണ്ട് സൈഡിലും, ബൈലാറ്ററൽ എന്നാണ് പറയുക, രണ്ട് സൈഡിലും വെള്ള വരകളും കാണാറുണ്ട്. ഇതാണ് ഓറൽ ലൈക്കൻ പ്ലാനസ്. ഇതുള്ള ആളുകൾക്കും വായിൽ ബേണിംഗ് മൗത്ത് ഉണ്ടാവാറുണ്ട്. അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതും ഒരു മെനോപോസൽ ഏജിലുള്ള സ്ത്രീകളിലാണ് കാണപ്പെടുന്നത്. ഇപ്പം ഈ പറഞ്ഞ അവസ്ഥകളിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഒരു ട്രീറ്റ്മെൻറ്റ്, ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ആദ്യം തന്നെ ഒരു ഓറൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കണ്ടിട്ട് അവരുടെ ഒരു ഇതോടുകൂടി തന്നെ വേണം പ്രിസ്ക്രിപ്ഷൻ എടുക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനും. Thank you so much. If you like this video, please like, share, subscribe and support. Thank you.